ശില്പ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടേണ്ടത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശില്പയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയും. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ ഗുണത്തെക്കാൾ ഏറെ ദോഷങ്ങളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലോ? അതിനോട് എനിക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെന്താ കാരണം? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അതെല്ലാവർക്കും ഈക്വലി ലഭിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ അതിനെ ഓരോരുത്തരും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന് നല്ലതും ചീത്തയുമായി മാറ്റുന്നത്. ഈ ഉപയോഗിക്കുന്നവർക്ക് സ്വഭാവ വൈകല്യം ഉണ്ടാവാൻ സോഷ്യൽ മീഡിയ ഒരു കാരണമാവുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള കണ്ടന്റുകളുണ്ട്, ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് കണ്ടന്റുകളുണ്ട്. നമ്മുടെ ഫീഡിൽ വരുന്ന കണ്ടന്റുകൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നമ്മുടെ സെർച്ച് ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫീഡുകൾ അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഫീഡിൽ വരുന്നത്. അപ്പൊ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫീഡ് വരുന്നത്, അല്ലെ? നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചല്ല. ഇപ്പോ ശില്പ ഒരു ഡിപ്രഷൻ മോഡിൽ ഇരിക്കുകയാണ്. ശില്പ ഒരു വീഡിയോ കണ്ടു, ഒരു സാഡ് ആയിട്ടുള്ള വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്തു. നിങ്ങളെ വീണ്ടും ഡിപ്രഷൻ ആക്കാൻ ഈ വീഡിയോ തന്നെ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴുള്ള പ്ലാറ്റ്ഫോമുകൾ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ വീണ്ടും ഡിപ്രഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അല്ല, അത് ഒരിക്കലും നിങ്ങളുടെ ക്യാരക്ടർ അല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ ബേസ്ഡ് ആണ് ഇത് വരുന്നത്. നിങ്ങളെ വീണ്ടും മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഒരു റീൽ എടുക്കുന്ന സമയത്ത് മെജോറിറ്റി എല്ലാ ഫാമിലി വ്ളോഗ്സും ഒക്കെ കാണുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഹാപ്പിയസ്റ്റ് ഫാമിലീസ് എവർ, ഏറ്റവും കൂടുതൽ ഫാമിലി അവർ ഹാപ്പിനെസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ സോഷ്യൽ മീഡിയ ഉണ്ട്. പക്ഷെ ഇത് കാണുന്നവര് മെജോറിറ്റി ആൾക്കാര് ഇത് എന്ത് നല്ല സന്തുഷ്ടമുള്ള കുടുംബം, ഈ സാധനം മറ്റൊരു സൈഡ് ഇത് ആൾക്കാർ കാണുന്നില്ല. ഇപ്പൊ അവിടെ ഫോമോ പോലുള്ള സാധനം, അതായത് ഫിയർ ഓഫ് ഔട്ട് ഓഫ് മിസ്സിങ്. ഇവർക്ക് ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മാത്രമാണ് സാറ്, ഞാൻ മാത്രമാണ് സാർ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ആവാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ എനിക്കത് നേരെ ഓപ്പോസിറ്റ് ആണ് തോന്നിയിരിക്കുന്നത്. കാരണം പണ്ടൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, പൊതുവേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമാണോ ഈശ്വരൻ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളോട് അല്ലെങ്കിൽ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഒക്കെ പോകുമ്പോൾ സിമിലർ മൈൻഡുള്ള ഒരുപാട് പേരെ ഞാൻ കാണാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നും ഞാൻ ഒറ്റപ്പെട്ടവളല്ലെന്നല്ല ശില്പ. ഏറ്റവും കൂടുതൽ ട്രോമാസ് പോലുള്ള കാര്യങ്ങൾ ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നത് തന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴി, ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയല്ലേ. ഇവർക്ക് ഏറ്റവും കൂടുതൽ ട്രോമ ഉണ്ടാവുന്നതും എല്ലാത്തിനും കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്. അല്ല, സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് അത് അറിയാൻ തുടങ്ങി എന്നുള്ളതല്ല. നിങ്ങൾ ഈ റിയാലിറ്റി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര പേര് റിയാലിറ്റിയിൽ ജീവിക്കുന്നുണ്ട്? ഓക്കെ, ഞാൻ പറയാം, എല്ലാവരും പറയുന്നുണ്ട് ഞാൻ റിയാലിറ്റിയിലാണ്. എവിടെ? പലരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് യൂട്യൂബ് കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ സമയം ഫ്രീ ടൈം കിട്ടിയ ഫോൺ നോക്കാത്തവരുണ്ടോ, ഇൻസ്റ്റാഗ്രാം നോക്കാത്തവരുണ്ടോ? ഇവർ നോക്കുന്നുണ്ട്. വെയ്യാതെ കിടക്കുന്ന അമ്മയുടെ മുമ്പിൽ റീല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഹണി റോസിന്റെ കേസൊക്കെ വന്നല്ലോ. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വിഭാഗം ആൾക്കാരുണ്ട്, എങ്ങനെയുള്ള ആൾക്കാരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ റീൽ ചെയ്തിട്ട്, അതായത് തൻ്റെ ശരീര ഭംഗി അതും ഇതെല്ലാം കാണിച്ച്, ഇത് പറയുന്നുണ്ട് വേറെ ഒന്നും തോന്നരുത്, ഇത് അവരെ അട്രാക്ട് ചെയ്യും, ഈ ജേണലുള്ള ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ വരുന്നു, എന്നിട്ട് അവരൊരു കമന്റ് ഇടുമ്പോൾ അത് നോക്കിയെടുത്ത് ആ കമന്റ് റിയാക്ട് ചെയ്തിടുന്നു, തെറി വിളിക്കുന്നു, അവർ ഫേമസ് ആവുന്നു. ഓക്കെ, ഇവരൊക്കെയാണ് ഇൻഫ്ലുവൻസസ്. ഇല്ല, ഞാൻ പറയുന്നത് രഞ്ജിത്ത് കേൾക്കണം. രഞ്ജിത്ത് ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, എന്തുകൊണ്ട് ആളുകൾ അമ്മയുടെ അടുത്ത് വരെ ഇരുന്ന് ഫോൺ നോക്കുന്നു, റീല് കാണുന്നു. അത് ആ മനുഷ്യൻ കൊടുക്കുന്ന പ്രയോറിറ്റിയാണ്. എന്റെ അമ്മയുടെ അടുത്ത് പോയത് ഞാൻ ഫോൺ നോക്കത്തൊന്നുമില്ല. ഞാൻ പറയുന്നത് കേൾക്കോ, ഞാൻ പറയുന്നത് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമുക്കൊരു 5 മിനിറ്റ് സമയം കിട്ടുമ്പോൾ ആ 5 മിനിറ്റ് സമയത്ത് പുറത്തു പോയി ചായ കുടിക്കണോ ഫോൺ നോക്കണോ എന്നുള്ളത് രഞ്ജിത്താണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാനാണ് എന്റെ കാര്യം തീരുമാനിക്കേണ്ടത്, അല്ലേ? അതായത് ഇൻസ്റ്റാഗ്രാം എന്നെ തുറന്നു നോക്കൂ, ഇൻസ്റ്റാഗ്രാം നമ്മളോട് പറയുന്നില്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാം ഒരുപാട് അഡിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, സിനിമകളിൽ അഡിക്ഷൻ ഉണ്ട്, സീരിയലുകളിൽ അഡിക്ഷൻ ഉണ്ട്, ടൊബാക്കോ, ആൽക്കഹോൾ, ഇതിനൊക്കെ അഡിക്ഷൻ ഉണ്ട്. ഇത് വേണ്ടെന്ന് തീരുമാനിക്കുന്നത് തിയേറ്ററിൽ പോലും ഫോൺ നോക്കിയിരിക്കുന്നവരില്ലേ? എന്തിനാ പിന്നെ ഒരു സിനിമയ്ക്ക് പോകുന്നത്? ഇൻസ്റ്റാഗ്രാം ഒരു ഇത് നോക്കണം. ഇപ്പം ഈ സിനിമകളിൽ മെജോറിറ്റി വരുന്ന സമയത്ത് ലാഗ് ഉണ്ടെന്ന് ഒരാൾക്കാർ പറയുന്നുണ്ട്. ഈ പേഷ്യൻസ് കുറഞ്ഞ എവിടെയാണ്? ഈ 2-1.5 മിനിറ്റുള്ള റീൽസിൽ ഇത്രയും ആൾക്കാർ ഇത് കണ്ടിട്ട് ഇവർക്ക് കുറച്ച് നീട്ടമുള്ള സാധനങ്ങൾ കാണാൻ പറ്റുന്നില്ല. വേണ്ടെന്നല്ല, ഇത് ആവശ്യത്തിന് യൂസ് ചെയ്യണം. നിങ്ങൾ ഓവറായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ആവശ്യത്തിന് യൂസ് ചെയ്യണം. അത് ആര് ചെയ്യണം? ഇത് ഉപയോഗിക്കുന്നയാൾ ചെയ്യണം, അല്ലെ? അത് സമൂഹ മാധ്യമത്തെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, കുട്ടികളും ഈ കൊച്ചു കുട്ടികൾ മുതൽ യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലാറ്റ്ഫോം. എല്ലാം കൊച്ചു കുട്ടികൾ വരെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മുമ്പിലേക്ക് എത്തുന്ന റീൽസ് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള റീൽസ് ആണ്. ഞാനൊരു കാര്യം ചോദിക്കും, ഇത് വേറൊരു വേൾഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള പ്ലാറ്റ്ഫോം അല്ല,
യൂട്യൂബ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള പ്ലാറ്റ്ഫോം ആണ്. അതിൽ കൃത്യമായി കിഡ്സ് മോഡ് ഉണ്ട്. അത് കൃത്യമായി ഓൺ ആക്കി എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അത് ആരുടെ തെറ്റാണ്? കുട്ടികളുടെ പാരന്റ്സിന്റെ തെറ്റല്ലേ? ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതിനാണോ ഏറ്റവും കൂടുതൽ ഈ അറിവ് പകർന്നത് ഇവിടുത്തെ ഇൻഫ്ലുവൻസ്? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് കൃത്യമായി ചോദിക്കുന്നത് കിഡ്സ് ഫ്രണ്ട്ലി ആണോ അല്ലയോ എന്നുള്ളതിന് ഉത്തരം കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വ്യൂവേഴ്സിനെ എടുക്കാൻ, അതായത് ഏതെങ്കിലും ഒരു സാധനം കിട്ടുമ്പോഴത്തേക്കും അത് എൻകറേജ് ചെയ്തിട്ട് മാക്സിമം ഓഡിയൻസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടാഗ് ലൈനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത് കുട്ടികൾ കാണുന്നില്ലേ? അവര് ഇത് കാണാതിരിക്കുന്ന പറയാൻ നമുക്ക് പറ്റത്തില്ല. കുട്ടികൾ ഇത് കണ്ടാൽ എന്താണ് പ്രശ്നം? കുട്ടികൾ കാണുന്നു. ഇപ്പൊ എന്തുമാത്രം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരാള് ഇപ്പൊ കുറെ തീവ്രവാദ രീതിയിലുള്ള, അതായത് തീവ്രവാദം എന്ന് പറയുന്നത് വേറൊന്നും ഉദ്ദേശിക്കരുത്, അതായത് വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ കുട്ടികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എത്ര കൊലപാതകങ്ങൾ വരെ നടത്തി തുടങ്ങി അല്ലേ? പണ്ടുണ്ട്. പക്ഷെ ഇപ്പൊ വാർത്തകളിൽ ഒരുപാട് വരുന്നുണ്ട്. ഈ 2025 തുടങ്ങിയത് പിന്നെ ഒരുപാട് വാർത്തകൾ വന്നോണ്ടിരിക്കുക. ഇത് മാർക്കോ മൂവി ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ജസ്റ്റ് മൂവിയാണെന്നും ഇത് റിയാലിറ്റി ആണെന്നുള്ളത് മനസ്സിലാവും. രഞ്ജിത്തെ, ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ ഫോബിയകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞല്ലോ, കുട്ടികൾ ഇത് കണ്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ശരിയാണ് ഇൻസ്റ്റാഗ്രാമിനോട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിൽ നമ്മൾ അഡിക്റ്റ് ആവാതിരിക്കുക, സിഗരറ്റ് വലിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഞാൻ എടുക്കേണ്ട തീരുമാനമാണ്. അല്ലെ, സിഗരറ്റ് വലിക്കരുത്, കള്ളു കുടിക്കരുത്, അത് ആ അഡിക്ഷനിൽ ഞാനാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഈ സിഗരറ്റ് വലി, കഞ്ചാവല്ല, ഐ മീൻ ആൽക്കഹോൾ വിൽക്കുന്നതൊക്കെ സർക്കാർ നിർത്തുന്നതല്ല, ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ ചെയ്യാതിരിക്കുന്നതാണ്. അല്ലെ, അവിടെ എന്റെ തീരുമാനം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാധ്യമത്തിലേക്ക് അഡിക്റ്റ് ആവണോ വേണ്ടയോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണോ, എന്റെ തീരുമാനത്തിലേക്ക്. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മനസ്സിലാവും. എന്ത്? അതായത് നമുക്ക് ലഹരി കിട്ടുന്നത് നമ്മൾ അഡിക്റ്റ് ആവും ചില കാര്യങ്ങളിൽ. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പല കാര്യങ്ങളും, അതായത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വലിയൊരു വേറൊരു വേൾഡാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ തീർക്കാൻ പറ്റും. ഇതേപോലൊരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴത്തേക്ക് അവിടെ കുട്ടികൾ ചെല്ലായിരിക്കും. അവർക്ക് പുതിയ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗെയിംസ് ഉണ്ട്. നല്ല രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റില് മോശമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ലെന്ന് പറയാൻ പറ്റൂ. ഇത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ മോശപ്പെട്ട കാര്യങ്ങൾ ഒരു കുട്ടി, അതായത് ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിരുന്നോട്ട് ഈ കുട്ടികളുടെ മുമ്പില് തെറി വിളിക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല. എന്തുകൊണ്ടാ? ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാ തെറി വിളിക്കൽ എന്ന് പറയുന്നത്? എന്തുകൊണ്ടാ അവരുടെ മുമ്പിൽ മോശമായിട്ടുള്ള പ്രവർത്തികൾ കാണിക്കരുത് എടുക്കുന്ന പറയുന്നത്? എന്തുകൊണ്ടാ? അത് അവര് ബാഡ് ഇൻഫ്ലുവൻസ് ചെയ്യാം. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, വീട്ടുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? നമ്മുടെ വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുന്നില്ലേ? കുട്ടികള്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അല്ല ഇപ്പത്തെ കുട്ടികളല്ല, ഞാൻ പണ്ടത്തെ കുട്ടികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പണ്ടത്തെ കുട്ടികൾ ഇപ്പൊ ഇവിടെ ഒരു 25-40 വയസ്സുകൾക്കിടയിൽ നിൽക്കുന്നവരെല്ലാം ഈ സോഷ്യൽ മീഡിയ യുഗത്തിന് മുൻപേ ഉണ്ടായവരാണ്. 25-40 അതെ, ഈ 40 വയസ്സുള്ള ആളെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ. 25-40 വയസ്സുള്ളവർ, അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞ പോലെ ഫോണില്ലാത്ത ഭയങ്കര സമാധാനപരമായ കാലമായിരുന്നു എന്നിരിക്കട്ടെ. അവരുടെ സ്വഭാവത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം ആണോ? കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നുള്ള ദിവസം മുതൽ അവരെ മെമ്മറീസ് ഫീഡ് ചെയ്യുന്നവരാണ്. അപ്പൊ അവരെന്താണ് ഇൻഫ്ലുവൻസ്? ഈ നമ്മൾ സാധാരണക്കാരുടെ നിലയിൽ നിന്ന് ആലോചിച്ച് നോക്ക്. സാധാരണക്കാരുടെ നിലയിൽ, അതായത് ഒരു ഫോൺ ഇല്ലാത്ത ഒരാള് ഫോൺ വാങ്ങിക്കുന്നു. അപ്പോൾ അയാൾക്ക് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണ്, ഇതുവരെ നെറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അയാൾ അത് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അയാൾ അറിയാത്ത പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുക. അയാൾക്ക് വേണ്ട കുറേ സംഭവങ്ങൾ അതിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അയാൾക്ക് വേണ്ട കുറേ സാധനങ്ങൾ അയാളുടെ വേണം, അല്ലെങ്കിൽ അയാളുടെ വേണ്ടിയാണ് അവിടെ തീരുമാനം. ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതല്ല ഞാൻ കാണുന്നത്, അല്ലല്ലോ? ആണോ അല്ലയോ? ഈ ഇൻസ്റ്റാഗ്രാമില് ഞാൻ പറയട്ടെ, മൂവി ഇപ്പം സിനിമയുടെ ആൾക്കാർ വരെ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ട് അവരുടെ വർക്ക് പ്രൊമോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തെറ്റാണോ? തെറ്റെന്നല്ല. എന്തുകൊണ്ടാണ് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറരുത്. മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളടങ്ങുന്ന ഈ സൊസൈറ്റിയിൽ ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ്. ഈ പറഞ്ഞ നമുക്കിത് ഗുണമോ ദോഷമോ എന്നുള്ളത് മാറ്റി നിർത്തിക്കും. ഗുണമോ ദോഷമോ എന്നുള്ളത് മാറ്റി നിർത്തിക്കും. ഇത് നമ്മളെ സൊസൈറ്റിയിൽ, അതായത് നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് അകറ്റുന്നില്ലേ? ഇല്ല, അകറ്റുന്നില്ല. തീരുമാനിച്ചാലേ അത് അകറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മെജോറിറ്റി ആരെ എടുത്താലും ട്രോമ, ആൻസൈറ്റി, ഡിപ്രഷൻ. അത് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഒരുപാട് പേർക്ക് ട്രോമകൾ ഉണ്ട് എന്ന് പറയുന്നു. അത് മേ ബി ഇന്നാണ് അവർക്ക് അതിന്റെ പേരുകൾ മനസ്സിലായത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സിറ്റുവേഷൻഷിപ്പ്, നാനോഷിപ്പ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്.
ഈ പേരുകൾ അതിന് കിട്ടിയത് ഇപ്പോഴാണ് ഒരാൾക്ക് അങ്ങനെ ഉണ്ടായി. ഓക്കെ, അത് സിറ്റുവേഷൻഷിപ്പ് ആണ്. അത് പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഓ, ഇപ്പോഴാണ് സിറ്റുവേഷൻ. ഇപ്പോഴൊന്നല്ല, പണ്ട് കാലം മുതലേ സിറ്റുവേഷൻഷിപ്പ് ഉണ്ട് ഇല്ലേ? മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എത്ര കാലം മുതലുണ്ട്? നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും വയസ്സിലൊക്കെ 1-2 കല്യാണം കഴിച്ചവരില്ലേ? ഒരു കല്യാണം കഴിച്ച് വേറൊരാളുടെ കൂടെ ഓടിപ്പോയവരില്ലേ? ഈ അവിഹിതം എന്ന് പറയുന്ന സെറ്റപ്പ് എത്ര കാലമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്? ഇതാണ് അതിന് സിറ്റുവേഷൻഷിപ്പ്. ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നത്. ഇതെങ്ങനല്ല, ഇത് പ്രണയത്തിന്റെ തലം തന്നെ മാറിക്കളഞ്ഞു. പണ്ടും ഇങ്ങനെയാണ്, ഇന്ന് അതിന് പേര് വീണു എന്നേ വ്യത്യാസമുള്ളൂ. മാറ്റമുണ്ട്, പ്രണയത്തിന് ഒരുപാട് മാറിക്കഴിഞ്ഞില്ലേ പ്രണയം? അത് മനുഷ്യരുടെ ചിന്ത മാറുന്നോണ്ടല്ലേ. ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് അത് മാറ്റുന്നത്? ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഡിവൈൻ ലവ് സ്റ്റോറീസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിനെ ബേസ് ചെയ്ത് മാത്രമല്ലല്ലോ പറയുന്നത്, സോഷ്യൽ മീഡിയ എല്ലാ സോഷ്യൽ മീഡിയ എടുക്കാം. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ തുടങ്ങിയ എല്ലാ രീതികളും എടുക്കാം. ഇതിൽ എത്ര പേര് ഡിവൈൻ റിലേഷൻഷിപ്പുകളെ കുറിച്ച് ഇവർക്ക് ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് നിൽക്കുന്നവർക്ക് കൂട്ടത്തിൽ തൊഴാന്നുള്ള പരിപാടി ഉണ്ട്. എന്താ അറിയോ? അതെ, ഒരാൾ ചെയ്യുന്നത് കണ്ട് മറ്റാളും ചെയ്യും. ഇത് തന്നെ സംഭവം. ഇവർക്ക് ഇപ്പൊ ഒരു പബ്ലിക് റെസ്പോൺസിന് പോകുമ്പോ തന്നെ അറിയാം, അവർക്ക് ഈ ഒരു 25 വയസ്സ് ആ പ്രായമുള്ളവർക്കൊന്നും വ്യക്തിയുടെ ഉത്തരം പോലും ഇല്ല. അവർക്ക് രാഷ്ട്രബോധം ഇല്ല, രാഷ്ട്രീയമില്ല. രാഷ്ട്രീയരല്ല മലയാളികൾ. രാഷ്ട്രീയം രാഷ്ട്രീയം ഇല്ലാത്തവരല്ല, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നമ്മുടെ നിലപാടുകളാണ് രാഷ്ട്രീയം. നമ്മള് ഒരു പബ്ലിക് റെസ്പോൺസിന് പോകുന്ന സമയത്ത് കണ്ടാലും പറയുന്നത്, ഒരു 50 വയസ്സിന് എബോ ഉള്ളവർക്ക് മാത്രമാണ് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. ഇവര് പ്രതികരിക്കുന്നില്ല. എന്തെങ്കിലും കാരണം വളരെ ചുരുക്കം ചെറുപ്പക്കാർ മാത്രം പ്രതികരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ സമൂഹ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് എത്രത്തോളം കേസുകൾ ഇറങ്ങി, എത്രത്തോളം വിവാദങ്ങൾ പുറത്തു വരുന്നു, എത്രത്തോളം ഒപ്പീനിയനുകൾ പുറത്തു വരുന്നു? ഏറെ ദോഷം എന്ന് പറയുമ്പോൾ ഗുണം ഉണ്ടെന്ന് തന്നെ അർത്ഥം. ഗുണങ്ങളുണ്ട്, പക്ഷെ ഗുണത്തെക്കാൾ ഏറെ ആളുകൾ മിണ്ടാതെ എങ്ങനെയാണ് പറയുന്നത്? ആളുകൾ മിണ്ടാതെ ആകുന്നു എങ്ങനെയാണ് പറയുന്നത്? ആളുകൾക്ക് എക്സാമ്പിൾ പണ്ട് ഞങ്ങള് കുടുംബക്കാരൊക്കെ ഒത്തുകൂടുന്ന സമയത്ത്, എന്റെ കൺമുമ്പിൽ നടക്കുന്ന കാര്യം എനിക്ക് പറയാലോ. കുടുംബക്കാരൊക്കെ ഒത്തുകൂടുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും എപ്പോഴും ആക്റ്റീവ് ആയിരുന്നു. എല്ലായിടത്തും പോവും വരും, നല്ല ചിരിയും കളി. ഇപ്പോഴെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കണം, അത് കണ്ടോ, ഇത് കണ്ടോ, എടുത്ത് നോക്കുന്നു, എടാ ഇത് നോക്ക്, ഇതിനെ പറ്റിയുള്ള ചർച്ചകളാണ്. അതായത് സോഷ്യൽ മീഡിയയായിട്ട് വന്നത്, എടാ അതൊന്ന് വീഡിയോ സെൻഡ് ചെയ്ത്, ഇത് ഞാൻ ഇട്ട സ്റ്റാറ്റസ്, ഇത് എനിക്ക് വേണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഞാൻ പറയാം, എന്റെ വീട്ടിൽ ഇതുപോലെ ഫാമിലി ഞങ്ങൾ എല്ലാവരും കൂടി അമ്മയുടെ വീട്ടിൽ ഒത്തുകൂടുന്ന സമയത്ത് ഞങ്ങൾ പണ്ടും വർത്താനം പറഞ്ഞിട്ടാണ് ഇന്നും ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുകയാണ്, ഓക്കെ ഇനി കുറച്ചു നേരത്തേക്ക് ആരും ഫോൺ നോക്കില്ല, എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയാം. തീരുമാനിക്കേണ്ട അവസ്ഥ ഒന്നും പാർട്ട് ഓഫ് ലൈഫ് ആണ് ഫോണുകൾ എന്ന് പറയുന്നത്. അതിനെ മാറ്റി നിർത്താൻ എവിടെ നമുക്ക് സാധിക്കുന്നു അവിടെ നമ്മൾ വിജയിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ അങ്ങനെ ഓക്കെ, നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ മെജോറിറ്റി അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇതിപ്പോ അതാണ് പറഞ്ഞത്, അത് നമ്മുടെ പ്രയോറിറ്റിയാണ്. അവിടെ ഇപ്പൊ ഞാൻ രഞ്ജിത്തിനോട് പോലെ എത്ര പേര് ചിന്തിക്കും? അങ്ങനെ ചിന്തിക്കണം എന്നല്ല ഞാൻ പറയാം. രഞ്ജിത്ത് ഇപ്പൊ എന്നോട് വന്ന് വർത്താനം പറയാ, അത് ഞാൻ രഞ്ജിത്തും കൂടി ചായ കുടിക്കാൻ പോയി. അപ്പൊ ഞാൻ രഞ്ജിത്തിനോട് സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കണോ അത് റീല് കൊണ്ട് ചായ കുടിക്കണോ എന്നുള്ളത് എന്റെ തീരുമാനമാണ്, അല്ലേ? അത് ഞാൻ രഞ്ജിത്തിനാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്റെ ഇൻസ്റ്റാഗ്രാമിനാണോ പറയുന്നത്? ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയാലും എല്ലാത്തിനും ഒരു ബാഡ് സൈഡ് ഉണ്ടാവും. അത് സമൂഹ മാധ്യമത്തിന് മാത്രമല്ല, എല്ലാ കാര്യത്തിനും, ടിവിക്ക്, സിനിമയ്ക്കായാലും സീരിയൽ എല്ലാത്തിനും ഉണ്ട്. അതിന്റെ നല്ല ഭാഗങ്ങൾ എടുത്ത് നമ്മളായിരിക്കും നമ്മൾ അതിനെ നിയന്ത്രിക്കണം, അതിനെ നമ്മളെ നിയന്ത്രിക്കാൻ. കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഞാൻ യൂട്യൂബ് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ അനലൈസ് ചെയ്യാൻ എത്ര പേരാ ഉള്ളത്? അത് നല്ലതല്ലേ? എന്തിനാണ് ഒരു ഭാഗം മാത്രം കേട്ട് മണ്ടനാവുന്നത്? മാത്രമൊന്നല്ല, ഇത് അനലൈസ് ചെയ്ത് വരും. ഇപ്പൊ പലരും പല രീതി, ഇപ്പം ഒരാൾ പറയുന്ന അതിന്റെ കീഴിൽ അവർക്ക് കുറെ ആൾക്കാരെ കാണും, അത് പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് ശരിക്കുള്ള കാര്യം എന്താണെന്ന് പോലും അറിയാതെ പ്രതികരിച്ച് വ്യൂസ് ഉണ്ടാവും ഒരുപാട് പേരുണ്ട്. ഈ സമൂഹ മാധ്യമങ്ങൾ നല്ലതാണോ ചീത്ത? ഇപ്പൊ ഈ വീഡിയോ കാണാൻ വരുന്നവർ, അവർക്കും ഈ 2 ഒപ്പീനിയനുള്ളൂ. അവർ രണ്ടുപേരും സാറ്റിസ്ഫൈ ചെയ്യണം. അവർ ഒരു വിഷയത്തിൽ എല്ലാ മനുഷ്യർക്കും ഓരോ, ഈ നരബലിയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്, ഇല്ലേ? അത് രണ്ടുപേരും 2 വ്യൂസ് ആണ്. അപ്പൊ ഒരു മൾട്ടിപ്പിൾ ഒപ്പീനിയൻ നമുക്ക് ഒരു വിഷയത്തിൽ, ഇപ്പൊ ഒരു സിനിമ, ഈ ഒപ്പീനിയൻസ്, ഈ സാധനങ്ങളെല്ലാം ഓക്കെയാണ്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റിയിൽ നടക്കുന്നതിനേക്കാളും കൂടുതൽ, അതായത് ഞാൻ പറഞ്ഞ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും യൂസ് ചെയ്യുന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്യുന്നുണ്ട്, ചെയ്തുകൂടാ എന്നല്ല, ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ സോഷ്യൽ മീഡിയക്കകത്ത് കുട്ടികൾ നോക്കുമ്പം മത തീവ്രവാദങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇതേപോലെ സിറ്റുവേഷൻഷിപ്പ്, ആ കാര്യങ്ങൾ, അത് മറിച്ചത്, അങ്ങനെ കുറേ സാധനങ്ങൾ, വെട്ട്, കൊല, ഇങ്ങനെ പറഞ്ഞ കുറേ സാധനങ്ങൾ അതിൽ കിടക്കുക. ഇത് ഒരു മത തീവ്രവാദം വളരുന്നുണ്ടെന്ന് പറയാൻ മടി എനിക്കില്ല, വളരുന്നുണ്ട്. ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ, ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ്, അധികം ഉപയോഗിക്കുന്ന ഒരാളാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിനകത്ത് കിടന്ന ഒരാള് അവന്റെ ചിന്തകൾ അതിനെ ബാധിക്കുന്നില്ലേ, അവൻ അത് ചിന്തിക്കുന്നില്ലേ? അതായത് ഇപ്പൊ ഉദാഹരണത്തിനകത്ത് ഒരു പോസ്റ്റ് കാണും, അപ്പോൾ എല്ലാവർക്കും അവരുടെ കാറ്റഗറി അല്ലെങ്കിൽ മതത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടൊക്കെ കുറേ സാധനങ്ങൾ കാണും. ഇവര് ഒരു പോസ്റ്റ് ഇടുന്നതിനടിയിൽ ഒരുപാട് കമന്റ്സ് വരും. കമന്റ്സ് ഇടുന്ന സമയത്ത് ഈ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഘടകം കാണും.
അതനുസരിച്ചായിരിക്കും പോകുന്നത്. അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളാണ്. ഇവൻ ആ തരത്തിൽ പോയി അതിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവന്റെ മാനസികാവസ്ഥ അങ്ങനെ എത്തിക്കുക ചെയ്യുന്നത്. അങ്ങനെയാ വൾണറബിൾ എന്നല്ല ഞാൻ ഈ വൾണറബിൾ ഓക്കെ, എല്ലാവർക്കും വൾണറബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോ ഇൻജെക്ട് ചെയ്യുക പറയല്ലേ, ഇവനെ അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളിൽ ഇൻജെക്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട്. ഈ സാധനങ്ങളൊക്കെ കണ്ടാണ് കുട്ടികൾ പറയുന്നത്. അവന്റെ ചിന്താഗതി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറയേണ്ടി വരും. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും ഇപ്പോൾ പറ്റത്തില്ല ശരിക്കും പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്? അത് ഒരു കൂടുതൽ, അതായത് ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ കൂടുതൽ സമയം നമ്മൾ നമ്മുടെ ലൈഫിൽ ചിന്തിക്കാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കണം. നമുക്ക് ആവശ്യമുള്ള സമയം മാത്രം ഇത് ഉപയോഗിക്കണം. ആര് ശ്രദ്ധിക്കണം? നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് നമ്മൾ എത്ര നേരം ഇൻസ്റ്റാഗ്രാം നോക്കുന്നു എന്നുള്ള കൃത്യമായി സ്ക്രീൻ ടൈമിംഗ് ഉണ്ട് ഇല്ലേ? നമ്മുടെ ഫോണുകൾക്ക് അതുണ്ട്. കൃത്യമായി ഇന്ന ടൈം ഇത്രയും മണിക്കൂറിന് ശേഷം അത് സ്ലീപ്പ് മോഡിലേക്ക് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫോൺ നമുക്ക് അത് കാണിച്ചു തരത്തില്ല. അത് സ്ലീപ്പ് മോഡിലേക്ക് ഇടാനുള്ള കാര്യം ആര് തീരുമാനിക്കണം? ഞാനോ രഞ്ജിത്തോ തീരുമാനിക്കണം. അല്ലെങ്കിൽ അത് നടക്കത്തില്ല. അൾട്ടിമേറ്റ്ലി നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ ഇതിനും അഡിക്റ്റഡ് ആണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിനായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടൊരാള് ഇരിക്കുന്ന സമയത്ത് അവൻ എന്തെങ്കിലും മാനസികമായിട്ട് സന്തോഷം കിട്ടുന്നു, അല്ലെങ്കിൽ അവൻ എങ്ങനെ സമയം ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഫോണിലേക്ക് എത്തും. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഫോണാണ്. കാരണം എനിക്ക് വലിയ സങ്കടം വന്നതിന് ഞാൻ 5-6 റീൽ കാണുമ്പോഴേക്കും എന്റെ ഫീഡിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡോഗ്സുമായി ബന്ധപ്പെട്ട ഫീഡുകളാണ്. അതല്ലെങ്കിൽ കോമഡിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഇന്റർവ്യൂസ് പോലത്തെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസിന്റെ ഫീഡുകളാണ് വരിക, അല്ലെങ്കിൽ സിനിമയാണ് വരിക. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത്. എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ റിട്ടേൺ എത്ര നേരം നിലനിൽക്കും? പിന്നെ നമ്മൾ ഇമോഷണലി ചിന്തിക്കുമ്പോൾ നമുക്ക് ലോജിക്കൽ റീസൺസ് കിട്ടില്ല. വൺസ് ഞാൻ 4-5 റീലുകളെ കണ്ട് ഞാൻ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിന്തിച്ച് ഞാൻ അതിനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് ആ സമയത്തെ സന്തോഷങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നിലനിൽക്കൂ. ഇത് ഒരു ലോങ് ടൈം സാധനമല്ല. ഞാൻ നിലനിൽക്കുന്നില്ലേ? നിലനിൽക്കുന്നുണ്ട്. രഞ്ജിത്ത് നിലനിൽക്കുന്നില്ലേ? സമൂഹ മാധ്യമത്തിൽ പെട്ട് രഞ്ജിത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് എൻ്റെ പേഷ്യൻസ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങൾ വേണ്ടെന്ന് വെക്കാൻ വേണ്ടെന്ന് ഞാൻ കുറെ നാൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫോണിൽ തന്നെ ഞാൻ മാറി നിന്നിട്ട് ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് എൻ്റെ തോട്ട്സ് മാറി, എൻ്റെ നല്ലൊരു, അതായത് എനിക്ക് നല്ല ഈ പ്ലസന്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. രഞ്ജിത്തെ, ഇവിടെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാത്ത ഒരുപാട് പേരുണ്ട് ഇല്ലേ? അത്തരത്തിലൊരാളാവുക എന്നുള്ളത് നമ്മുടെ ഡിസിഷൻ ആണ് എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന ഈ കാലത്തിനടുത്ത് സഞ്ചരിക്കുക എന്നുള്ള സാധനം കൊണ്ട് അപ്ഡേറ്റ് ആവണം. ഞാൻ പറയുന്നത് ഇതിനെ പറ്റിയുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ വേണം ആവശ്യത്തിന്. ഈ സാധനം ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശീലമാക്കണം എന്നുള്ളതാണ്. നമ്മളത് ഹാബിറ്റ് ആക്കണം. ഈ സാധനം നമുക്കിപ്പോൾ ഒരു കൺട്രോളും ഇല്ലാതെ യൂസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതനുസരിച്ച്, അതായത് നമുക്ക് വേണ്ട സമയം മാത്രം ഇത് ചെയ്യാനും ബാക്കിയുള്ള സമയം നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കാനും നമ്മൾ ശീലമാക്കണം എന്ന് പറയുന്നത്. ഇത് ശീലമാക്കി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഇല്ല. നമുക്ക് ആവശ്യത്തിന് ഈ പറയുന്ന സാധനങ്ങളും കുറയും, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കുറയും. നമ്മൾ കൂടുതൽ റിയാലിറ്റിയിലോട്ട് മനുഷ്യനെ മനസ്സിലാക്കിയ സമയത്ത് ഇപ്പം എത്ര പേർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്? കമ്മിറ്റ്മെന്റ്സ് ഭയങ്കര കുറവാണ്. അച്ഛനോടായാലും അമ്മയോടായാലും ആരോടും ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാത്ത സമയം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തൊക്കെ തരത്തിലാണ് ചെറിയൊരു കാര്യത്തിൽ എത്രത്തോളം ഇപ്പം സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അറിയാം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എത്രത്തോളം വിയേർഡായിട്ട് ആൾക്കാർ പെരുമാറുന്നു എന്നുള്ളത്. അതൊക്കെ ഒന്ന് മാറി നമുക്ക് ഇന്ന ടൈം വരെ ഓക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്നു. ബാക്കിയുള്ള സമയം നമ്മൾ ഫ്രണ്ട്സുമായിട്ടോ നമ്മുടെ വീട്ടുകാരോട്ടോ ചിലവഴിക്കുന്നു. കൂടുതൽ സമയം നമ്മൾ മനുഷ്യരുമായിട്ട് ഇടപെടുന്നു, നമ്മുടെ പ്രകൃതിയായിട്ട് ഇടപെടുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു, എടുക്കുന്നു. അത് നല്ലൊരു മാറ്റമല്ലേ? അതൊന്ന് ശീലമാക്കിക്കൂടെ? അത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് നടക്കുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫും കിട്ടും.